പരബ്രഹ്മസ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമം. സജ്ജനങ്ങളായ പ്രിയ ആത്മസഹോദരരെ, ആത്മോപദേശ ശതകം 9-ാം മന്ത്രത്തിൻ്റെ മനനമാണ് ഇന്ന് നമ്മൾ നടത്തുന്നത്. നമുക്ക് മന്ത്രമൊന്ന് ചൊല്ലാം. ഇരുപുറവും വരുമാറവസ്ഥയെ പൂത്തൊരു പൊടി വന്നു പടർന്നുയർന്നു മേവും തരുവിനടിക്കു തപസ്സു ചെയ്തു വാഴും നരനു വരാ നരകം നിനച്ചിടേണം. ഇരുപുറവും വരുമാറവസ്ഥയെ പൂത്തൊരു കൊടി വന്നു പടർന്നുയർന്നു മേവും തരുവിനടിക്കു തപസ്സു ചെയ്തു വാഴും നരനു വരാ നരകം നിനച്ചിടേണം. വാക്കുകളുടെ അർത്ഥം ഇപ്രകാരമാണ്. ഇരുപുറവും, രണ്ടു പുറവും, വരുമാറ് പൊതിയുമാറ്, പൂത്ത ഒരു കൊടി, പുഷ്പിച്ചു നിൽക്കുന്ന ഒരു കാട്ടുവള്ളി കണക്കെ, വന്ന് പടർന്നുയർന്ന് വളർന്ന് മേലേക്ക് പന്തലിച്ച്. വന്ന് പടർന്നുയർന്ന് എന്ന് പറയുമ്പോൾ വളർന്ന് മേലേക്ക് പന്തലിച്ച്. മേവും സ്ഥിതി ചെയ്യുന്ന തരുവിനടിക്ക്, മരത്തിൻ്റെ ചുവട്ടിൽ തപസ് ചെയ്തു വാഴും. തപസ് അനുഷ്ഠിച്ചു കഴിയുന്ന നരന്, മനുഷ്യന്, വരാ നരകം, നരകം ഉണ്ടാവുകയില്ല. നിനച്ചിടേണം, യാതൊരു സംശയവും വേണ്ട. ഒരിക്കൽ കൂടി അർത്ഥം നോക്കാം. രണ്ടു പുറവും പൊതിയുമാറ് പുഷ്പിച്ചു നിൽക്കുന്ന ഒരു കാട്ടുവള്ളി കണക്കെ, വളർന്നു മേലേക്ക് പന്തലിച്ച് സ്ഥിതി ചെയ്യുന്ന മരത്തിൻ്റെ ചുവട്ടിൽ തപസ് അനുഷ്ഠിച്ചു കഴിയുന്ന മനുഷ്യന് നരകം ഉണ്ടാവുകയില്ല, യാതൊരു സംശയവും വേണ്ട എന്നുള്ളതാണ്. നമുക്ക് കുറച്ചുകൂടി ആഴത്തിലേക്കൊന്ന് കടക്കാം. ഈ ശ്ലോകത്തിന് ഒരു ബാഹ്യാർത്ഥവും വേറൊരു ആന്തരാർത്ഥവും ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഒറ്റ നോട്ടത്തിൽ ഒരു മരത്തിനു ചുവട്ടിൽ തപസ് ചെയ്യുന്ന ഒരു സന്യാസിയുടെ ചിത്രമാണ് നമ്മുടെയൊക്കെ മനോമുഖരത്തിൽ അങ്കുരിക്കുക. ഈ ശ്ലോകം കേട്ടു കഴിയുമ്പം ഒറ്റ നോട്ടത്തിൽ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ തപസ് ചെയ്യുന്ന ഒരു സന്യാസി വര്യൻ്റെ ചിത്രമാണ് മനോമുഖരത്തിൽ അങ്കുരിക്കുന്നത്. രണ്ട് വള്ളികൾ വന്ന് ആ മരത്തെ പൊതിഞ്ഞിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അപ്പോൾ നമ്മൾ ചിന്തിക്കണം, രണ്ട് വള്ളികൾ വന്ന് ആ മരത്തെ പൊതിഞ്ഞിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അപ്പോഴാണ് നമുക്ക് സംശയം ഉണ്ടാകുന്നത്. ഈ മരം ഒരു സാധാരണ മരമല്ല, ഇത് മായാമരമാണ്. മായയുടെ രണ്ട് ശക്തികളാണ് ആവരണവും വിക്ഷേപവും. ആ രണ്ട് ശക്തികൾ രണ്ട് വള്ളികളെ പോലെ ആത്മാവിൻ്റെ സ്വരൂപത്തെ മറച്ചുകളയും. എന്നാൽ ധ്യാനത്തിൻ്റെ ഉൾവിളിയിൽ മായാവള്ളികൾക്ക് പിന്നിൽ ആത്മസ്വരൂപത്തെ ഉൾക്കണ്ണുകൊണ്ട് കാണുന്ന ഒരു താപസ ശ്രേഷ്ഠന് ജീവിതം ഒരിക്കലും ദുഃഖം നിറഞ്ഞതായിരിക്കുകയില്ല. അതുകൊണ്ടാണ് തൃപ്പാദങ്ങൾ പറയുന്നത്, ധ്യാനനിരതനായ നരന് ഒരിക്കലും നരകം വരികയില്ലെന്ന്. നരകമെന്നാൽ ദുഃഖത്തിൻ്റെ തീവ്രത എന്നേ ഇവിടെ അർത്ഥമുള്ളൂ. ഇതിലൂടെ ജ്ഞാനാനുസന്ധാന വേളയിൽ തപസ്സിൻ്റെ അനിവാര്യതയാണ് തൃപ്പാദങ്ങൾ ഇവിടെ ഊന്നിക്കാണിക്കുന്നത്. സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ, ഇന്നത്തെ ഈ ലഘുവിവരണം ഇവിടെ സമാപ്തി കുറിക്കുകയാണ്. അടുത്ത ദിവസം നമുക്ക് അടുത്ത മന്ത്രവുമായി എത്താം. ഗുരുവും ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ.